ഹായ് ഗൈസ്, അപ്പോൾ നമ്മളൊന്ന് ഫാൽക്കൺ ബീച്ചിൽ പോയിട്ട് അവിടുത്തെ കുറച്ച് രസകരമായ വീഡിയോ ആണ് നമ്മളിതിൽ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും അവസാനം വരെ കാണുക, സപ്പോർട്ട് ചെയ്യുക. അങ്ങനെ നമ്മൾ ബീച്ചിലെത്തിയിരിക്കുന്നു. നമ്മുടെ കൂടെ മനു ഉണ്ട്, നിദേവ് ഉണ്ട്. നിദേവ്, എന്താണ് ഇപ്പം പറയാനുള്ളത്? മനുവിൻ്റെ ഡ്രൈവിംഗ് കാരണം പെട്ടെന്ന് എത്താൻ പറ്റി. പാമ്പുണ്ട്. എന്താണ് മനുവിന് പറയാനുള്ളത്? നല്ലൊരു അഡ്വഞ്ചർ. അപ്പോൾ ഗൈസ്, നമുക്ക് ബീച്ചിൽ ഇതാണ് ബീച്ച്. ഇപ്പോഴും ബീച്ചിൽ ആൾക്കാരുണ്ട്. അപ്പോൾ നമുക്ക് ബീച്ചിൽ കൂടെ ഇങ്ങനെ നടക്കാം. ഞാൻ ഇത്ര നേരം ഓടിച്ചല്ലോ. ഇത് ആരാണ് വെള്ളം വാങ്ങാൻ പോകുന്നത്? സ്പിൻ ചെയ്യാം. ഓക്കെ, സ്പിൻ ചെയ്യാം. സ്പിൻ വാല നടന്നിട്ട് മനസ്സിലാക്കാം. ഓക്കെ, മനു പക്ഷെ വന്നാലും ഒരു റൗണ്ട് കൂടി ഉള്ളു, ഇല്ലാലും പോയി. മനു വെള്ളം വാങ്ങിട്ടു. യെസ്, ഇനി വെള്ളം വാങ്ങാൻ പോകണം, നീയേ പോവുള്ളൂ. യെസ്, അപ്പോൾ നമ്മൾ വെള്ളം വേണ്ടാന്ന് തീരുമാനിച്ചിരിക്കുന്നു. അപ്പോൾ ഇനി വെള്ളമില്ലാതെ നമുക്ക് ഇതിലൂടെ നടക്കാം. രാത്രി ബീച്ചിലെ ഒരു വേറിട്ട അനുഭവമാണ് നമ്മളിപ്പോൾ പങ്കിടുന്നത്. രാത്രി ബീച്ച് കാണാത്തവരുണ്ടെങ്കിൽ ഈ വ്യൂ കണ്ടാൽ മതി. പട്ടിയെ പോലും വെറുതെ വിടാത്ത മനുവാണ്. മനു, ഇതൊക്കെ ഓൺ വോയിസ് ആണ് കേട്ടോ, ഇതൊന്നും വേറെ വോയിസ് കയറ്റില്ല കേട്ടോ. ഗൈസ്, ഇതാണ് നമ്മളെ രാത്രിയുള്ള ബീച്ച്. രാത്രി ആരും ബീച്ച് കാണാത്തുണ്ടെങ്കിൽ നമ്മളെ വീഡിയോ കണ്ടാൽ മതി, രാത്രി ബീച്ചിൻ്റെ എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ ഇതാണ് നമ്മളെ മനു, ഇതാണ് നമ്മുടെ സെസ്കൻ്റെ ക്യാമറമാൻ. മുട്ടുമടക്കി നിധവിന് മുമ്പിൽ നായ വരെ മുട്ടുമടക്കി ഇന്ന് കുനിഞ്ഞു കൊടുത്തു പട്ടി വരെ. നിധവ്, എന്താണ് പറയാനുള്ളത്? ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞ പട്ടി കടലമ്മ കള്ളി മനു എഴുത്. മനു ഗൈസ്, ഇതാ കടലമ്മ കള്ളി എന്ന് പറഞ്ഞ് എഴുതാൻ പോവാണ്. മിക്കവാറും ഇവിടെ ഒരു സുനാമി ഉണ്ടാവും. അങ്ങനെ മനു മാത്രം ഒലിച്ചു പോയാൽ മതി, ഞങ്ങൾ രക്ഷപ്പെടണം. ചേട്ടാ, താശമാണെങ്കിൽ ഇത്ര നേരം. ശരി, കടലമ്മ കരഞ്ഞല്ലേ പെറ്റത്. കള്ളി വായിക്കറിയാവുന്ന കടലമ്മ വേണമെന്ന് അറിയണ്ടേ ഗൈസ്? ഇനി നമുക്ക് നോക്കാം. ചെറിയ അബദ്ധം പറ്റി. അവിടെ നിന്ന് നോക്കുമ്പോ ഇതെങ്ങനെ വായിക്കാം? അവിടെ നിന്ന് വായിക്കാൻ അത് കുഴപ്പമില്ല, തിരിഞ്ഞു വായിച്ചോളൂ. അറിയണ്ടേ പിന്നെ വന്നോടുത്തിട്ടുണ്ട് ഗൈസ്, അവിടം വരെ ഇപ്പോൾ തിരമാല വരുന്നുള്ളൂ. ഈ എഴുത്ത് മായ്ക്കാൻ വേണ്ടി ഉള്ള ശക്തി ഉണ്ടോ നമുക്ക് കടലിൽ നോക്കാം. അയ്യോ ഗൈസ്, ഇത് ക്വാളിറ്റി സാധനങ്ങളൊക്കെ സെയിം ആയിരിക്കും കേട്ടോ. കടലമ്മക്ക് റേറ്റിംഗ് കൊടുക്കുക. ഞാൻ കൊടുക്കുള്ളൂ. നിധേവ് എത്രയാ? 7.5. എടാ, ആയില്ല, റേറ്റിംഗ് കൊടുക്കാനായിട്ടില്ല, സമയം കൊടുക്കണം. എടാ, ഇത് നമ്മളെ ഹൈബ്രിഡ് ട്രാൻസിഷൻ അല്ല, ഇത് അങ്ങ് എത്തണം, അവിടം വരെ എത്തണം. ഇതിന് മാത്രം ആൾക്കാരൊന്നും കടലമ്മക്കള്ളിന്ന് എല്ലായിടത്തും ഇതൊന്നും വെക്കില്ല. കുറച്ച് ആൾക്കാരുണ്ടാവില്ല. വെള്ളത്തിലാ? എന്താ വട്ട ഈ പാതിരാത്രി വെള്ളത്തിലിറങ്ങ? ഇപ്പൊ നീ ഇപ്പൊ എഴുതി വെച്ചിട്ട് നീ കടൽ കൊണ്ടുപോകും. അത് പറഞ്ഞിട്ട് കാര്യമില്ല. ഇത്രയും വേണ്ടായിരുന്നു കേട്ടോ. പറഞ്ഞ പവറുണ്ടോ പറയണ പവറില്ല. വരുന്നുണ്ട്, അടുത്ത് വരുന്നുണ്ട്. സംഭവം ഇവിടേക്കൊക്കെ തര വരും. ഇവിടേക്ക് വരെ വന്ന് നടക്കുന്നു. അത് വൈകുന്നേരം വന്നയാ, അവിടെ വൈകുന്നേരം വന്നയായിരിക്കും.
എൻ്റെ ഫ്രണ്ടിലൊക്കെ കടലമ്മക്കള്ളി എഴുതിക്കണം. ഉന്നം തെറ്റി വരും എൻ്റെ മോനെ. എടാ ഇത് വരില്ല അത് അവിടെ നിന്ന് മിസ്സായിപ്പോയി. അത് പോയ തിരമാല അടിച്ച് പവർലെസ്. ഇല്ലടാ പേടിച്ചോടി. ഓ ഉന്നങ്ങട് ശരിയാവുള്ളൂ. അങ്ങോട്ട് പോകണം. ഹായ്, നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? അമൂല്യ നിമിഷത്തിൽ എന്താണ് പറയാനുള്ളത്? പറയൂ. ഈ കടലമ്മേനെ കണ്ടിട്ടുണ്ടോ താങ്കൾ? നീ കണ്ടിട്ടാ? ഹലോ, അത് പെണ്ണിതാണ് എന്നെ തുടർന്നിട്ടോ. ഹലോ ഹലോ ബ്രോ, ഗൈസ്, നമ്മൾ 3 നമ്മൾ 5 പേരുണ്ട്. 1 2 യെസ്. എന്തത് ഗൈസ്? ലൈവായിട്ട് എന്തോ പ്രശ്നമുണ്ട്. എന്താ ഞണ്ടിനെ പിടിക്കാൻ തോന്നുന്നു. ഞണ്ടിനെ പിടിക്കുക. ആ ഗൈസ്, നിങ്ങളത് കാണുക. ഒച്ച ഉണ്ടാക്കല്ല പോയത്. എന്തുകൊണ്ട് മാന്ത്? വൈഫിന് ഗിഫ്റ്റ് കൊടുക്കണ്ടേ? പട്ടില്ലോ സെയിം കളർ കുഞ്ഞിരിക്കുന്നു. പട്ടിവിന് കുഞ്ഞെടുത്തു, പട്ടിക്ക് തിരിച്ചു കുഞ്ഞെടുക്കും. വെള്ള വരി എന്താ ഇത്ര നന്ദിയുള്ളത്? കയ്യില്ല മാന്തുന്നുണ്ട്. ഇവന്മാര് കൊറേ മാന്തിയിട്ടുണ്ട് കേട്ടോ. കയ്യൊക്കെ ഫുള്ള് ചെളിയാ. നമുക്ക് 360 ഒബ്സർവേഷൻ ചെയ്യാം. എടാ വേണ്ട, മാന്തട്ടെ. ഇത് വേറെന്തോണല്ലോ. ഹായ് ഗൈസ്, മാൻ വേഴ്സസ് വൈൽഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒരു പട്ടി എന്തോ മാന്തുകയാണ്. മാറിക്ക്, എൻ്റെ അടുത്ത് വന്നിരിക്കല്ലേ, മാറിക്ക്. പോ, ഞാൻ വീഡിയോ എടുക്കുന്നില്ലേ ഗൈസ്? എന്താണെന്ന് അറിയില്ല. ഇത് സ്വന്തം ആത്മഹത്യ ചെയ്യാൻ വേണ്ടി കുഴി കുഴിക്കണമെന്ന് മനസ്സിലായിട്ടില്ല ഗൈസ്. ലൈവില് എനിക്കറിയില്ല ഇത് സ്വന്തമായി ചാകാൻ വേണ്ടിയുള്ള കുഴി കൊത്തുകയാണോ അതോ ഇവനെ കുഴിക്കാൻ വേണ്ടിയുള്ള കുഴി കൊത്തുകയാണോ എന്നറിയില്ല. യെസ്, ഇത് ഗൈസ് പാതാള തുരങ്കം. യെസ്, കുഴി നിർത്തിയില്ല. യെസ്, എന്തായാലും അപ്പി ചെയ്യണേ ഒന്ന് പറയും ഗൈസ്. അങ്ങനെ പട്ടികളെ സഹായിക്കുന്ന പട്ടികൾ. നിനക്കിട്ടത് കടലമ്മയുടെ പവർ വരുന്ന ഇത് മിക്കവാറും കുഞ്ഞു കുഞ്ഞു പാതാളത്തിന്റെ അടി പോകുന്നു. ബ്രോ അല്ല സിസ്, ഇതാണ് മച്ചാൻ. ഉരുമി നിൽക്കുന്നു. തണുപ്പ് ചൂട് പകരുന്നു. ഗൈസ്, തല വരെ പോയി. ഞാൻ 360 ഒബ്സർവേഷൻ. ചെല്ല് പണി നിർത്തല്ലേ. പോ ഇതെന്ന് പിടിച്ചോ. പോയി ഗൈസ്, പോയി. സോറി അത് നമുക്ക് ബ്ലർ ചെയ്യാം. അയ്യോ ഗൈസ്, ഇവൻ പോയി. അത് പിടയ്ക്കുന്നുണ്ട്. വേറെ ഞണ്ടാന്ന് വെച്ചാൽ അവനെ കൈ കടിക്കൂട്ടോ. എന്തേലും ഒന്ന് നടക്കും. അത് എത്ര നേരം? എത്ര 7 മിനിറ്റായി വീഡിയോ എടുക്കുന്നത്. കഴിഞ്ഞാ
ഗൈസ് എന്താണ് ഇവിടെ കാണാനുള്ളത്? ഒന്നുമില്ലല്ലോ അതിൻ്റെ ഉള്ളിൽ. പിടിക്കണ കൊറേ പ്രാണികളുണ്ട് കേട്ടോ ഇതിൻ്റെ ഉള്ളില്. എന്താ പറയാണ്ടിരിക്കണ അടുത്ത എടാ ഇതിൻ്റെ ഉള്ളിൽ കുഴിക്കുന്നിടത്ത് കുഴിയുണ്ടാ. ലൈവായിട്ട് ഞണ്ടിനെടുക്കുന്നത് കിട്ടുമോ മച്ചാനെ? എന്നെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിട്ടാ. കുഴി കുഴി മണത്തൊക്കെ ഉണ്ട്. വെച്ചിട്ട് ഒന്നും കിട്ടാത്ത സങ്കടത്തിൽ സത്തു ആള് ഡെഡായി പാതാളക്കുഴി. നമുക്ക് മാന്തിയാലോ എന്നാല്? ഞങ്ങളൊരു കുഴി കണ്ടുപിടിച്ചോളൂ. മണ്ട മാന്തുന്നില്ലടാ. വേറെ കിട്ടി കിട്ടി. ഹെൽപ്പടാ ഹെൽപ്പ്. ടങ്ക 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 ടങ്ക. കിട്ടി ഗൈസ് മച്ചാന്. അങ്ങനെ ഇത്രയും നേരം ഫൈനലി ഇത് പക്ഷെ പൂച്ചാനം പോലെയാണത്. കടി കിട്ടിന്ന് തോന്നിട്ടോ, മൂക്കിന് കടി കിട്ടിന്ന് തോന്നുന്നു. വേണ്ട ഇതിന് വെറുതെ പിടിച്ചാണോ? എന്റർടൈൻമെന്റ് പർപ്പസ് ഉള്ളി. നല്ല കടി കിട്ടിയിട്ടുണ്ട്. അതാ മൂക്കുമ്പോ കിട്ടിയാ തോന്നുന്നുട്ടോ. മണത്ത് നോക്കുമ്പോ കിട്ടിയായി ഒന്ന്. എന്തേലും ഒന്ന് ചെയ്യോ? പോട്ടെ. കൈ കൊണ്ട് പിടിക്കാൻ ചിലപ്പോ കടിക്കും മയില്. അത് അവന് മനസ്സിലായി. അതവിടെ ഇരുന്നോ. ഇല്ലടാ ഇത് ചാകുന്ന വരെ നിക്കുക തോന്നുട്ടോ. എടോ എന്റെ പൊന്നെ, ഇതൊക്കെ ആന ഞണ്ടോ? അതോ കാലുണ്ടോ? അതാ കണ്ട കണ്ട കണ്ട. എടാ ഇങ്ങോട്ട് വാ ഇവിടെ നോക്ക്. ഈ ക്യാമറ നോക്കണേ. കുഴിയടെ കുഴിയടാ. കണ്ട 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 കാലുണ്ടോ? എടാ അത് കാലത്. നിങ്ങള് ലൈറ്റ് അടിച്ച് നോക്കിയതാ. മനു നോക്ക്, സ്വന്തമായിട്ട് ലൈറ്റ് അടിച്ചു നോക്കടാ മൊണ്ണകളെ. എന്താ വലിയ ഞണ്ട്. അതിനെ ചൂണ്ടിട്ട് പിടിച്ചാലോ? ഇവിടെ ഞണ്ടിന്റെ കാല് വന്ന് കുടുങ്ങിയാൽ ഇങ്ങനെ കുടുങ്ങും. പക്ഷെ കൈപ്പെട്ട കൈ പെടില്ലല്ലേ? ഞണ്ടിന്റെ കൈ പെടണം. അപ്പൊ ഇത് നമുക്ക് കുറച്ചുകൂടി ഇങ്ങനെ ചുരുക്കാം. പാമ്പ് കണി. അപ്പൊ ഇത് നമുക്ക് ഞണ്ടിന്റെ വായിലേക്ക് ഇട്ട് കൊടുക്കാം. തൊള കാണുന്നില്ല. കാണുന്നുണ്ടോ? നിങ്ങൾ കാണുന്നുണ്ടോ? ഏത് തൊളയാണത്? ഞങ്ങൾ കാണുന്നുണ്ട്. മച്ചാൻ പോയിട്ടോ. ഇങ്ങോട്ടടിക്ക്. പോയി. വീഡിയോഗ്രാഫർ അത് കാണണ്ടേ. നിങ്ങൾ കാണുന്നുണ്ടോ? മയില് മാറ്റി. ഈ കുറച്ച് മണ്ണ് മാറ്റിയാൽ റെഡിയാവും. പിടി. ഇല്ല ഇല്ല ഇത് അധികം പോവില്ല. എടാ ഞാൻ കുറച്ചുകൂടി മാറ്റട്ടെ. എന്തൊരു സാധനം എടുക്കട്ടെ. എന്തെടുക്കുക? നേരത്തെ എന്തൊരു സാധനം കണ്ടായിരുന്നല്ലോ പരന്ന് കിടക്കുന്നേ. ഈ തൊള്ളം കൂടി ഇല്ല പോവില്ല. ഇങ്ങനെയാണെങ്കിൽ പട്ടിയാള് കഷ്ടയിലോ. പാമ്പിന് ബുദ്ധിയില്ല കേട്ടാ. ഇത് കിട്ടും. ഇതിന് ഞാൻ പിടിച്ചിട്ടേ പോളൂ.
ഇല്ല ഞാൻ പുറത്ത് ചാടിക്കുന്നു. പാമ്പുമ്പി ഇങ്ങോട്ട് അടിക്കി തുള കാണുന്നില്ല. മറ്റേ ജയറാമിന്റെ ഒരു സിനിമയില്ലേ കൊച്ചുള്ളിൽ പോയിട്ട് കുടുങ്ങി പോന്നെ ആ പറ്റിയത് മീനുക്കുട്ടി മീനക്കുട്ടിയല്ല അമ്മക്കുട്ടി. കൊട്ടാരം വീട്ടിലെ പൂട്ടിനൊക്കെയുള്ള വായിലാണ് നീ ഇതിന് മീനുട്ടി എന്ന് പറഞ്ഞ എന്തിട്ട് പടത്തിന്റെ പേര് തുണിയുടെ മയില് തൊള്ള ഇവിടെ മണ്ടനാട്ട പാമ്പ്. പട്ടിയാണ് കഷ്ടമായിട്ടുള്ളത്. ഇതേത് പട്ടിയ? ഇത് കൊടിച്ചു പട്ടി. ഇത് കോഴിക്കോടൻ പട്ടി. പൊളിയിരുന്ന അപ്പുറത്തോട്ട് തരുന്നത്. നീ ഇവിടെ ലൈറ്റ് അടിച്ചു ഇവിടെ ലൈറ്റ് അടിക്കും. ഞണ്ടിന് കുഴി ഉണ്ടാക്കാൻ വലിയ ടൈം പട്ടിയെ മനസ്സിലായത് കിട്ടില്ല. പറ്റിപ്പോയി. നമുക്ക് അടുത്ത കണി പോവാ. ഞാൻ വിട്ടു ചെറിയ കുഴി വേണം. ഈ ഒരു ശ്രമത്തിന്റെ എന്താണ് ഈ ശ്രമം അത് ഭയങ്കര വലിയ ഞണ്ടായിരുന്നു. അതിനെനിക്ക് ആദ്യം അറിയാൻ കിട്ടൂല എന്നുള്ളത്. കാരണം വലിയ ഞണ്ടാണ്. കാരണം പട്ടി പോലും തിരയാത്ത പോയാൽ ഞണ്ടിനെ നമുക്ക് പിടിച്ചാൽ കിട്ടൂല. പട്ടി പിടിച്ച ഞണ്ടിനെ തന്നെ കിട്ടിയില്ല. അതവിടെ പോയാവോ? എന്ത് ചൂടാത്. എനിക്കൊന്ന് എന്റർടൈൻമെന്റ് പിടിക്കാന്നോളാ. മണ്ണ് വരിട്ടിട്ട് വീടാ. അതന്നെ നമ്മളെ കെണിയിലില്ല. രാത്രി 3 മണിക്ക് എങ്ങനെയാണ് ഞണ്ടിനെ പിടിക്കുന്നത്? കണ്ടോടാ എങ്ങനെ പിടിക്കണ്ടേന്ന്. ക്ലോസപ്പ് പട്ടി ചാടി കടിക്കുന്നത്. കിട്ടി കിട്ടിയില്ലേ? ഇത് തിന്നാൻ വേണ്ടി ഒന്നല്ല, അത് ചുമ്മാ എടുത്തോ. നീ ഇരുന്നോ. എനിക്ക് കളിക്കാൻ വേണ്ടിയുള്ള ഞണ്ടാണോ? അതിന്റെ കൈ ഒടിഞ്ഞ. നിങ്ങളിപ്പോ കാണുന്നത് അതിക്രൂരമായ ഒരു ഞണ്ടിനെ പീഡിപ്പിച്ച് കൊന്ന് തിന്നുകയല്ലേ. അത് വെറുതെ കളിക്കാൻ വേണ്ടി ഒരു ഞണ്ടിനെ പിടിച്ച് ഇവിടെ വെറുതെ ഇട്ട് ഇരിക്കുന്ന രംഗമാണ് നമുക്കിവിടെ കാണാറുള്ളത്. ഈ ഞണ്ട് ജീവന് വേണ്ടി തുടിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഞണ്ടിന്റെ കാഴ്ചകൾ കണ്ട ഒരു കൈയേ ഉള്ളൂ. ഒരു കൈ അവിടെ കളഞ്ഞു പോയി. അതിനെ നോക്കി നിന്നിതാ ജീവനില്ലാത്ത ഞണ്ടിനെ പീഡിപ്പിക്കുകയാണ് ഈ ആര് കണ്ടോ ഈ മൃഗീയമായ രംഗത്തിനോട് ഇപ്പോൾ ക്യാമറമാൻ മനുവിനോടൊപ്പം നിദേവ് ആൻഡ് അക്ഷയ് മഞ്ഞ് പെയ്യുന്ന കാഴ്ച. റൊമാൻറ്റിക്കായി അവരെന്താണ് വീട് എടുക്കുക. മഞ്ഞ് പെയ്യുന്നു.
ഗൈസ്, ഈ മൃഗീയമായ രംഗത്തോടൊപ്പം നിങ്ങൾ എന്താണ് പറയാനുള്ളത്? ഈ നാടിന്റെ ഒരു വളർച്ച എന്താണ് ഇത് കാണുന്നത്? ഒരുത്തൻ ജീവന് വേണ്ടി വളർച്ചയല്ല, താഴ്ചയാണ്. ഒരു ജീവന് വേണ്ടി തുടിക്കുന്ന ഒരു രംഗത്തെയാണ് നമ്മൾ കാണുന്നത്. നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നില്ല. ഇത് പ്രകൃതിയുടെ നിയമമാണത്. ഇത് പ്രകൃതിയുടെ നിയമമാണ്. അതെ, ഈ കുരുക്കിട്ട് പിടിച്ചത് ഇവനാണ്. അത് പ്രകൃതിയുടെ നിയമമാണ്. ജീവിക്കുന്നവൻ കൊല്ലും, കൊല്ലുന്നവൻ തിന്നും. എന്താണ് ഇവർ കാണുന്നത്? പാമ്പ് പട്ടിക്ക് കൊടുത്തു ജീവിക്കുന്നു, നിദേവ് കുനിഞ്ഞു കൊടുക്കും. ജീവിക്കുന്നു. ഇത് പക്ഷേ വീഡിയോയിൽ ഉണ്ടാവില്ല. വീഡിയോ എനിക്ക് വേണം. അതിന് തീയിടാം. അതിന് തീ കൂട്ടുന്ന വീഡിയോ എന്റെ പണിക്ക്. അതെ, അപ്പൊ ഇനി നമുക്ക് എങ്ങനെ ബീച്ചിൽ തീയിടാം, എങ്ങനെ ഞണ്ടിനെ പിടിക്കാം? കാണുന്നില്ലടാ. ആ ഉണ്ട്. അപ്പൊ തീയിട്ടിട്ട് കാണാം. തീയിട്ടിട്ട് കാണാം. നെക്സ്റ്റ് വീഡിയോ.